ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയ വാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. Today we are going to read the Dasakam 68, ആനന്ദ പാരവശ്യവും പ്രണയ കോപ വർണ്ണനവും. രാസക്രീഡയുടെ തുടക്കമാണ്, തുടർന്ന് പോവുകയാണ്. 68ാമത്തെ ദശകത്തിൽ 1ാമത്തെ ശ്ലോകം തൊട്ട് 5ാമത്തെ ശ്ലോകം വരെ. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദ സംകുലാ പങ്കജക്ഷണ അമൃതധാരയ സംപ്ലുത ഇവ സ്ഥിമിതതാം ദദുഃ ത്വത്പുരോഗതാഃ. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദം സുകുലാ പങ്കജക്ഷണ. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദ സംകുലാഃ പങ്കജക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദദുഃ ത്വത്പുരോഗതാഃ. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദ സംകുലാഃ പങ്കജക്ഷണ അമൃതധാരയാഃ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദദുഃ ത്വത്പുരോഗതാ. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദ സംകുലാഃ പങ്കജക്ഷണ അമൃതധാരയാഃ സംപ്ലുതാ ഇവ സ്മിതതാം ദദുഃ ത്വത്പുരോഗതാഃ. ഹേ കമലാക്ഷ, ആ ഗോപശ്രീകൾ അങ്ങേ ദർശിച്ചതുകൊണ്ട് ആനന്ദപരവശരായും അമൃതധാരയിൽ അഭിലേഷം ചെയ്യപ്പെട്ടവരെന്നതുപോലെ നിൻ തിരുവടിയുടെ മുമ്പിൽ സ്തബ്ധരായി നിന്നുപോയി. ആദ്യം അന്തർധാനം ചെയ്ത് തിരിച്ചു മുമ്പോട്ട് ഗോപശ്രീകളുടെ മുമ്പിൽ ശ്രീകൃഷ്ണൻ വന്നു നിന്നു. അപ്പം എല്ലാവരും കൂടെ സ്തബ്ധരായി നിന്നുപോയി എന്നാണ് പറയുന്നത്. തദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതേ നിർഭിശങ്കിതം ഗണപയോദരേ സന്നിധായ സ പുളക സംവൃത തസ്തുഷിച്ചിരം. സദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതേ നിർഭിശങ്കിതം ഗണപയോദരേ സന്നിധായ സ പുളക സംവൃത തസ്തുഷിച്ചിരം. തദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി നിർഭിശങ്കിതം ഗണപയോദരേ സന്നിധായ സ പുളക സംവൃത തസ്തുഷിച്ചിരം. തദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി നിർഭിശങ്കിതം ഗണപയോദരേ സന്നിധായ സ പുളക സംവൃത തസ്തുഷിച്ചിരം. അനന്തരം ഒരു ഗോപസുന്ദരി നിന്തിരുവടിയുടെ കരകമലത്തെ പെട്ടെന്ന് കടന്നു പിടിച്ച് അല്പം പോലും സംശയിക്കാതെ ഇടതൂർന്ന് തിങ്ങി നിടുന്ന കുജകുംഭങ്ങളിൽ ചേർത്ത് അമർത്തി വെച്ചുകൊണ്ട് അവൾ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് വളരെ നേരം നിന്ന നിലയിൽ തന്നെ നിന്നുപോയി. അനന്തരം ഒരു ഗോപസുന്ദരി നിന്തിരുവടിയുടെ കരകമലത്തെ പെട്ടെന്ന് കടന്നു പിടിച്ച് അല്പം പോലും സംശയിക്കാതെ ഇടതൂർന്ന് തിങ്ങി നിന്നിരുന്ന കുജകുംഭങ്ങളിൽ ചേർത്ത് അമർത്തി വെച്ചുകൊണ്ട് അവൾ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് വളരെ നേരം നിന്ന നിലയിൽ തന്നെ നിന്നുപോയി. തവ വിഭോ പരോ കൗമലംബുജം നിജകളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാദിഹർഷുല. തവ വിഭോ പരാ കോമലംബുജം നിജകളാന്തരേ പരിവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാദിഹർഷുല. തവ വിഭോ പരാ കോമളംബുജം നിജകളാന്തരേ പര്യവേഷ്ടയത് ഗള സമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാദിഹർഷുല. തവ വിഭോ പരാ കോമളംബുജം നിജകളാന്തരേ പര്യവേഷ്ടയത് ഗള സമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാദിഹർഷുല. ഹേ ഭഗവാൻ, വേറൊരുത്തി വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയവളായി നിൻതരുവിടിയുടെ മനോഹരമായ കൈയിനെ കണ്ഠദേശത്തിൽ നിന്ന് ഉയർന്നു പോരുന്ന പ്രാണവായുവിനെ തടുത്തു നിർത്തുന്നു എന്ന് തോന്നുമാറ് തൻ്റെ കഴുത്തിൽ ചേർത്ത് ചുറ്റിപ്പിടിച്ചു. ഹേ ഭഗവാൻ, വേറൊരുത്തി വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയവളായിട്ട് നിന്തിരുവടിയുടെ മനോഹരമായ കയ്യിനെ കണ്ഠദേശത്തിൽ നിന്നും ഉയർന്നു പോരുന്ന പ്രാണവായുവിനെ
തടുത്തു നിർത്തുന്നതിന് വേണ്ടിയാണോ എന്ന് തോന്നുമാറ് തൻ്റെ കഴുത്തിൽ ചേർത്ത് ചുറ്റിപ്പിടിച്ചു. അപഗതാത്രഭാകാഭികാമിനി തവ മുഖാംബുജാത് മൃഗപുചർച്ചിതം പ്രതിഗൃഹയ്യ തദ്ഭക്തപങ്കജേ നിദതി ഗദാ പൂർണ്ണകാമതാം. അപഗതാത്രഭാകാഭികാമിനി തവ മുഖാംബുജാത് മൃഗചർച്ചിതം പ്രതിഗൃഹയ്യ തദ്ഭക്തപദാംബുജപങ്കജേ നിദതി ഗദാ പൂർണ്ണകാമതാം. അപഗതാത്രഭാകാഭികാമിനി തവ മുഖാംബുജാത് മൃഗചർച്ചിതം പ്രതിഗൃഹയ്യ തദ്ഭക്തപങ്കജേ നിദതി ഗദാ പൂർണ്ണകാമതാം. അപഗതാത്രഭാകാഭികാമിനി തവ മുഖാംബുജാൽ മൃഗചർച്ചിതം പ്രതിഗൃഹയ്യ തദ്ഭക്തപങ്കജേ നിദതി ഗദാ പൂർണ്ണകാമതാം. വേറൊരു തരണീമണി അല്പം പോലും സങ്കോചം കൂടാതെ നിൻതരുവിളിയുടെ മുഖകമലത്തിൽ നിന്നും താമ്പൂല ചവർണത്തെ നിർബന്ധിച്ച് വാങ്ങി അതിനെ തൻ്റെ വാക്യകത്ത് നിക്ഷേപിച്ചുകൊണ്ട് നിർവൃതി കൊണ്ടു. വേറൊരു തരുണീമണി അല്പം പോലും സങ്കോചം കൂടാതെ നിൻതരുവിടിയുടെ മുഖകമലത്തിൽ നിന്നും താമ്പൂല ചർവണത്തെ നിർബന്ധിച്ചു വാങ്ങി അതിനെ തൻ്റെ വാക്യകത്ത് നിക്ഷേപിച്ചുകൊണ്ട് നിർവൃതി പൂണ്ടു. വികരുണോ വനേ സംവിഹായ മാം അപഗതോസി ക്വാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. വികരുണോ വനേ സംവിഹായ മാം അപഗതോസി ക്വാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സങ്കലലോചനം വീക്ഷിതോ ഭവാൻ. അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. വികരുണോ വനേ സംവിഹായ മാം അപഗതോസി കാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. വികരുണോ വനേ സംവിഹായ മാം അപഗതോസി കാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. വികരുണോ വനേ സംവിഹായ മാം അപഗതോസി കാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. നിർദ്ദയനായി എന്നെ കാട്ടിൽ വിട്ടിട്ട് കടന്നുപോയില്ലേ, ഇനി ആരാണ് അങ്ങയെ തൊടുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അത്രയധികം കോപത്തോടു കൂടിയവളായ ഒരുത്തിയാൽ കണ്ണീര് നിറഞ്ഞ കണ്ണുകളോടുകൂടി നിന്തിലൂടെ വീക്ഷിക്കപ്പെട്ടു. നിർദ്ദയനായി എന്നെ കാട്ടിൽ വിട്ടിട്ട് കടന്നുപോയില്ലേ, ഇനി ആരാണ് അങ്ങയെ തൊടുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അത്രയധികം കോപത്തോടു കൂടിയവളായ ഒരുത്തിയാൽ കണ്ണീര് നിറഞ്ഞ കണ്ണുകളോട് നിന്തിരുവടി വീക്ഷിക്കപ്പെട്ടു. ഇന്ന് വായിച്ച 1 തൊട്ട് 5 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. 68ാമത്തെ ദശകം 1 തൊട്ട് 5 വരെയുള്ള ശ്ലോകം. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദസങ്കുലാ പങ്കജക്ഷണ അമൃതധാരയാ സംപ്ലുതായിവ സ്മിതതതാം ദദുഃ ത്വത്പുരോഗതാഃ. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദസങ്കുലാഃ പങ്കജക്ഷണ അമൃതധാരയാ സംപ്ലുതായിവ സ്മിതതാം ദദുഃ ത്വത്പുരോഗതാഃ. തവ വിലോകനാത് ഗോപികാജനാഃ പ്രമദസങ്കുല പങ്കജക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്മിതതാം സ്ഥിമിതതാം തദുഃ തത്പുരോഗത. തദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി നിർവിസംഗിതം ഗണവയോദരേ സന്നിധായ സ പുളകസംവൃത തസ്തു ശിശിരം. തവ വിഭോ പരാ കോമളം ഭുജം നിജഗളാന്തരേ പര്യവേഷ്ടയത് ഗളസമദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാത്ഹർഷുലാം. അപഗദത്രഭാകാഭികാമിനി തവ മുഖാംബുജാത് ഭൃഗുചർച്ചിതം പ്രതിഗൃഹയ്യ തദ്ഭക്തപങ്കജേ നിദഗതി ഗദാ പൂർണ്ണകാമതാം. അപഗദത്രഭാകാഭികാമിനി തവ മുഖാംബുജാത് ഭൃഗചർച്ചിതം പ്രതിഗൃഹയ്യ തദ്ഭക്തപങ്കജേ നിദദതി ഗദാ പൂർണ്ണകാമതാം. വികരുണോ വനേ സംവിഹായ മാം അപഗതോസി ക്വാ ത്വമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. ഓം നമോ ഭഗവതി